ആ റമളാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ജീവിത രീതിയാണ് ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ ജീവിത രീതി. റമളാൻ വിടുന്നതോടുകൂടി പിന്നെല്ലാ സംഗീതവും ഹലാല്, ഗാനമേള ഹലാല്, മൂക്കുമുട്ട കള്ളുകുടി ഹലാല്, വലിച്ചു തള്ളല് ഹലാല് എന്നൊരു ബോധത്തിലേക്ക് നീ എത്തുന്നുണ്ടെങ്കിൽ 11 മാസത്തെ നിന്റെ ജീവിതമല്ല ഹക്ക്. ഈ ഒരു മാസത്തെ നിന്റെ ജീവിതമാണ് ഹക്ക്. അതാണ് റബ്ബ് മനുഷ്യന് നൽകുന്ന ജീവിത രീതിയും ജീവിത മാർഗവും. എന്നിട്ട് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, നീ തേനീച്ചയെ ഒന്ന് നോക്ക്. ജനിച്ചു വീഴുന്ന തേനീച്ചകൾക്ക് തേൻ എവിടെയാണെന്ന് റബ്ബ് ബോധനം കൊടുത്തിട്ടുണ്ട്. അവരവിടെ എത്തും. ഒരിക്കലും തേനീച്ച ബ്രോസ്റ്റിൽ ചെന്ന് തേനെടുക്കാൻ നോക്കാറില്ല, ചാണകത്തിന്ന് തേനെടുക്കാൻ നോക്കാറില്ല. കാരണം തേനീച്ചക്ക് റബ്ബ് കൊടുത്ത ബോധനം പൂവുകളിലുള്ള തേനാണ് നിന്റത് എന്ന്. അതോടൊപ്പം കാട്ടിൽ ജീവിക്കുന്ന ഒരു സിംഹത്തിന് എത്രയോ കായ്ക്കനികളുണ്ട്, വ്യത്യസ്തമായ ഫലപുഷ്ടിയുള്ളവ, ഭംഗിയുള്ളവ. പക്ഷേ അള്ളാഹു ബോധനം കൊടുത്തു, നിനക്ക് മാംസമാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മാംസബുക്കായിട്ട് നീ വളരണം. ഇതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് ഓർമ്മപ്പെടുത്തി, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. റബ്ബ് നിനക്കൊരു ജീവിത രീതി കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ നീ നിന്റെ ജീവിതം സൂക്ഷിക്കണം. നിന്റെ നാവും കണ്ണും പെരുമാറ്റവും സൂക്ഷിക്കണം. നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവന്റെ പട്ടിണി അറിയണം. നിന്റെ സമ്പത്തിൽ നിന്ന് 2.5% കൊടുക്കണം. നിന്റെ സൃഷ്ടാവിന്റെ മുൻപിൽ നീ കൃത്യമായിട്ട് ഇബാദത്ത് ചെയ്യണം. അത് നിനക്ക് റബ്ബ് തന്ന ബോധനമാ. ആ ബോധനത്തിൽ നിന്ന് നീ നന്ദിയുള്ളവനാകണോ നന്ദി കെട്ടവനാകണോ എന്ന് നീ തീരുമാനിക്കും. അതുകൊണ്ട് റബ്ബ് കാണിച്ചു തന്ന വഴിയിൽ എല്ലാ നന്മയുടെ വഴിയും സ്വീകരിക്കുന്നവൻ ഇമ്മാ ശാകിറൻ, നന്ദിയുള്ളവരിൽ പെടും. എന്നാൽ റബ്ബ് പറഞ്ഞ വഴിയിൽ കേവലം ഒരു മാസം മാത്രം ഇതൊക്കെയാണ് ജീവിതം എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും 11 മാസവും അതിന്റെ ഒരു ഗുണവും ജീവിതത്തിൽ കാണിക്കാതെ തള്ളിക്കളയുമ്പോ വ ഇമ്മാ കഫൂറ, യഥാർത്ഥത്തിൽ റബ്ബിനല്ല കുറവ് വരുന്നത്, നീ സ്വയം നശിക്കുകയാണെന്നും നീ കാഫിറാവുകയാണെന്നും അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നു. പരിശുദ്ധ റമളാനാവട്ടെ മറ്റേത് ഇബാദത്തുകളാവട്ടെ അത് മറ്റൊരാളെ കാണിക്കാനുള്ളതല്ല, മറിച്ച് അത് ഹൃദയത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കേണ്ടതാ. അതുണ്ടാക്കിയെടുക്കാൻ മനുഷ്യന്റെ കണ്ണുകളും ചെവികളും മറ്റെല്ലാ അവയവങ്ങളും നിയന്ത്രിക്കപ്പെടുന്ന ഒരു മാസമാണ് റമളാൻ. കണ്ണുകൾ നിയന്ത്രിക്കുമ്പോ അവന്റെ ഹൃദയമുണരണം, അവന്റെ കൽബുണരണം. അവന്റെ ചെവികൾ നിയന്ത്രിക്കപ്പെടുമ്പോ അവന്റെ ഹൃദയമുണരണം. അവന്റെ കൈകാലുകളും അനുവദിക്കപ്പെട്ട ഭാര്യ മുൻപിലുണ്ടെങ്കിലും വികാരത്തിന് ചൂട് പിടിക്കുമ്പോഴും അവന്റെ ഹൃദയമുണരണം. അങ്ങനെ സൂക്ഷ്മതയും തെറ്റിൽ നിന്ന് തിരുത്തി നന്മയിലേക്ക് പോവാനുള്ള ഒരവസരമായിട്ട് റമളാനിനെ നിങ്ങൾ കാണുമ്പോ ആ മാറ്റം ഇനി അങ്ങോട്ടുള്ള 11 മാസവും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ല കേവലം ഒരു അഭിനയം മാത്രമാണ് എങ്കിൽ റമളാൻ പോകുന്നതിനനുസരിച്ച് നമ്മളെ അമലുകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. മാറ്റമില്ലാത്ത രീതിയിൽ അനവധി റമളാനുകൾ ജീവിച്ചു തീർത്തിട്ടും നാളെ റബ്ബിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു വല്ലാത്ത പരാജയവും ഒരൊറ്റ റമളാൻ കൊണ്ട് തന്നെ നാഥന്റെ സ്വർഗത്തിന്റെ വാതിലുകളിലേക്ക് എത്തിപ്പെടുന്ന അനുഗ്രഹീതമായ മനുഷ്യ ജീവിതവും തമ്മിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് എന്തും ഉപകാരപ്പെടുന്നതും നമ്മളെ പട്ടിണി പോലും നമുക്ക് അല്ലാന്റെ അടുത്ത് ഗുണമായി മാറുന്നതും. ആ തിരിച്ചറിവോടുകൂടി ഹൃദയത്തിന്റെ മാറ്റത്തോടെ കൽബിന്റെ പ്രവർത്തനത്തോടുകൂടി നാഥനിലേക്ക് അടുക്കാൻ ഈ പരിശുദ്ധ റമളാൻ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു അനുഗ്രഹിച്ചു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹൻ നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു കാര്യം അള്ളാഹു നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അത് നമ്മിൽ നിന്ന് എത്രമാത്രം പ്രതീക്ഷയോടെയാണ് റബ്ബ് സ്വീകരിക്കുക എന്ന് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ ഒരു കാര്യം മറ്റൊരാളെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ നമ്മളെ മറ്റൊരാൾ ഒരു കാര്യം ഏൽപ്പിച്ച് അത് തിരിച്ചു കൊടുക്കുമ്പോഴുണ്ടാകുന്ന നമ്മളെ മാനസികാവസ്ഥയെ പറ്റി നമ്മൾ ചിന്തിക്കണം. ഉദാഹരണമായി
ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി നമ്മളോട് ചില ആളുകൾ ആവശ്യപ്പെട്ടു. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ തന്നു. ആ വീടിന്റെ പ്രവേശന ദിവസം അതിന്റെ ചാവി അയാളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകും, റബ്ബേ, അയാൾക്ക് ഇതിനെ തൊട്ടൊരു മോശം തോന്നരുതേ, പൂർണ്ണ തൃപ്തിയോടെ അയാൾ അത് സ്വീകരിക്കണേ. ഏതൊരു മുതലാളിയും ഏതൊരു തൊഴിലാളിയും ഒരു ഉൽപ്പന്നം തന്റെ മുൻപിലേക്ക് കൊടുക്കുമ്പോ മനസ്സറിഞ്ഞ് പറയാറുണ്ട്, അയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു, അയാൾക്കൊന്ന് തൃപ്തിയായാൽ മതിയായിരുന്നു. അവരുടെ മുഖഭാവത്തിൽ നിന്നും തൃപ്തിക്കുറവ് കാണുമ്പോ തന്നെ നമ്മളെ ഉള്ളു പടയാനും തുടങ്ങും. അത് കുടുംബത്തിലെ ഭാര്യമാരുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ അവരാഗ്രഹിക്കുന്നത് പോലെ. ഇതുപോലെയാണ് റബ്ബിന്റെ ഏത് ഇബാദത്തിനെ പറ്റിയും അല്ലാഹു തആല മനുഷ്യരോട് ഓർമ്മപ്പെടുത്തിയതും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് റബ്ബ് പറഞ്ഞു, ഇബ്രാഹിം, കഅബ ഒന്ന് പുതുക്കി പണിയണം. മകൾ ഇസ്മായിൽ നബിയോടൊപ്പം കഅബയുടെ പല ഭാഗങ്ങളും കല്ല് ചുമന്ന് ചെറിയ വിരിപ്പിലേക്ക് കല്ല് വെച്ച് അത് ചുമന്നെടുത്ത് കൃത്യമായി ആ കഅബയുടെ ഒരു രൂപം അല്ലെങ്കിൽ ഒരു കോലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുണ്ടാക്കി. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, ഇത്രയേറെ ഞാൻ കഷ്ടപ്പെട്ട് ഞാനും കുടുംബം ഉണ്ടാക്കിയ ഇതിനെ ജനങ്ങൾ അവഗണിക്കുകയും മറന്നുകളയുകയും ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു റബ്ബേ. അള്ളാഹുവിന്റെ കൽപ്പന വന്നു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി. ഇല്ല ഇബ്രാഹിം, എന്നെന്നും താങ്കളെ ഓർക്കാൻ വേണ്ടി ആ കഅബയെ ഞാനൊരു അടയാളമാക്കും. ഹജ്ജ് എന്ന കർമ്മം കൊണ്ട് ഞാൻ ജനങ്ങളെ ആ കഅബയിലേക്ക് എത്തിക്കും. അങ്ങനെ ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുക്കാനുള്ള കാരണം, ഈ കഅബാലയം നിർമ്മിച്ച ഉടനെ റബ്ബ് പറഞ്ഞ സമയം, റബ്ബ് പറഞ്ഞ സ്ഥലത്ത്, റബ്ബിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ആ കഅബാലയം ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇബ്രാഹിം നബി പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇത് സ്വീകരിക്കണട്ടോ റബ്ബേ. ഈ പറഞ്ഞിട്ടാ ഞാനിത് ചെയ്ത്, നീ പറഞ്ഞ രീതിയിലാ ഞാൻ ചെയ്ത്, നീ അത് കണ്ടോണ്ടിരിക്കുന്നവനാണെന്നും എനിക്കറിയാം. എന്നാലും റബ്ബേ തഖബ്ബൽ മിന്നാ, നീ എന്നിൽ നിന്നിത് സ്വീകരിക്കണം. നമ്മൾ ഈ നോമ്പ് നോൽക്കുന്നത് റബ്ബിനാ, നമ്മൾ നോമ്പുകാരനാണോ എന്നറിയുന്നതും റബ്ബിനാ, നമ്മൾ ചെയ്യുന്ന സർവ്വ അമലുകളും റബ്ബിനാ എന്ന് കരുതി ഇത് സ്വീകരിച്ച് ഉറപ്പാ റബ്ബ് ഇത് സ്വീകരിക്കും എന്നുറപ്പില്ല. അവിടെ നമ്മൾ പ്രാർത്ഥിക്കണം ഓരോ സെക്കൻഡും, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. റബ്ബേ, നീ ഇത് സ്വീകരിക്കണം നാഥാ, നീയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും നീയായതുകൊണ്ട് റബ്ബേ എന്നിൽ നിന്നും നീ അത് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ നമ്മളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, നോമ്പൊരിക്കലും വയറിൻ്റെതല്ല, അത് മനസ്സിൻ്റെതാവണം. സാന്ദർഭികമായിട്ട് പറയുകയാ, ആക്ഷേപിക്കലോ വളരുന്ന തലമുറയോടുള്ള വെറുപ്പോ കുറ്റപ്പെടുത്തലോ ആയിട്ടിന്റെ വാക്കിനെ കാണരുത്. നമ്മൾ ഓരോ തെരുവോരങ്ങളിലും ഭക്ഷണങ്ങൾ ഏറെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 3 മാസത്തിന്റെ ഇടയ്ക്ക് ലോകത്ത് മറ്റെവിടെയുമില്ലാത്ത നിലക്ക് വൃക്കരോഗികളും ആമാശയ ക്യാൻസറിന്റെയും ഹബ്ബായി മാറി നമ്മളെ ജില്ല. പലരും വായിച്ചിട്ടുണ്ടാവില്ല, യൂറോപ്യൻ രാജ്യത്തുള്ള 10ഓളം കമ്പനികൾ കേരളത്തിലെ മലബാർ മേഖലകളിലുള്ള 12ഓളം സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അത്രയേറെ വൃക്കരോഗികളും ആമാശയ ക്യാൻസറുകളും ഉദര രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു അനിയന്മാരോട്, ഒരു കുടുംബത്തോട് പറയുന്നത് പോലെ സൂചിപ്പിക്കുകയാണ്. ഓരോരുത്തരും അവനവന്റെ ലാഭം മാത്രം നോക്കി പലതും പുരട്ടി വെക്കുമ്പോ ഒഴിഞ്ഞ വയറിലേക്കും നിറഞ്ഞ വയറിലേക്കും പട്ടിണി കിടക്കുന്ന വയറിലേക്കും അതിന്റെ ഒരു നിയമത്തിനനുസരിച്ച് പോകുന്ന ശാരീരിക അവസ്ഥയിലേക്കും മനുഷ്യന്റെ ആമാശയങ്ങൾ ദ്രവിപ്പിച്ച് കളയുന്ന പലതും വാങ്ങി തിന്ന് രാവ് വെളുപ്പിക്കുമ്പോ, രാവ് പകലാക്കുമ്പോ ഓർമ്മിക്കണം, ഇതൊക്കെ ഈ ദുനിയാവിൽ നമ്മൾ വരുത്തിവെച്ച ഫിത്തിന കൊണ്ട് ഇസ്ലാമും ഇസ്ലാമിലെ ഇബാദത്തുകളും നശിച്ചു തുടങ്ങിയിട്ടുള്ളൂ. റബ്ബിനെ കൊണ്ടും റബ്ബ് കൽപ്പിച്ചതിനെ കൊണ്ടും ഇസ്ലാം നശിച്ചിട്ടുമില്ല, ഇസ്ലാം ഇടങ്ങേറായിട്ടുമില്ല. നമ്മൾ വരുത്തിവെക്കുന്ന ഫിത്തിനകളെ കൊണ്ടേ നമ്മളും നശിച്ചിട്ടുള്ളൂ, മതവും നശിച്ചിട്ടുള്ളൂ. അതാണ് റബ്ബ് പറഞ്ഞത്, ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ്. ഈ ദീനും മനുഷ്യനും നശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണമേ ഉള്ളൂ, ഐദിൻ നാസ്, അതിന്റെ പിന്നിലും മനുഷ്യന്റെ കരങ്ങൾ തന്നെയാ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതും, കമ്മിൻ സായിമിൻ, എത്രയെത്ര നോമ്പുകാരാണ്, ലൈസ മിൻ സിയാമിഹി ഇല്ല ജൂഇ വൽ അതിഷ്, പട്ടിണിയും
പരിവേഷവുമല്ലാതെ ക്ലേശതയുമല്ലാതെ വേറൊന്നും സമ്പാദ്യമല്ലാതെ പടച്ചോന്റെ അടുത്തെത്തുന്ന എത്രയെത്ര നോമ്പുകാരാണ്. നമ്മളെ പട്ടിണിയും ക്ലേശവും നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇത് വെറുതെയും കൂടി ആയിരുന്നു എന്നറിയുമ്പോ എത്രയെത്ര വിഡ്ഢികളാണ് അള്ളാന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടുന്നത് എന്ന് ഈ ഹദീസിനെ നമ്മളൊന്ന് മാറ്റി വായിക്കണം. ആ വിഡ്ഢികളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ ഈ പറഞ്ഞതിനൊന്നും കഴിക്കരുത്, വീട്ടിൽ നിന്നേ തിന്നാൻ പാടുള്ളൂ എന്നിന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത്. പക്ഷേ ഏറെ അപകടകരമായ രീതിയിൽ വെറൈറ്റി വേണമെന്നൊരു ചിന്തയിൽ മാത്രം പരക്കം പായുമ്പോ വീട്ടിൽ തേത് മതിയാകാതെ രാത്രി എന്നാൽ നോമ്പിന്റെ രാവ് പകലാക്കാനുള്ളതാണെന്നും പകല് കുറെ കിടന്നുറങ്ങാനുള്ളതാണെന്നും നേരത്തിന് തിന്നാനൊന്നും നോക്കണ്ടല്ലോ എന്നുള്ളൊരു ധാരണയിലാണെങ്കിൽ പടച്ചോൻ ഈ ദുനിയാവിൽ തന്ന ആയുസങ്ങ് കഴിഞ്ഞു പോകും. ആഖിറത്ത് ചെല്ലുമ്പം വട്ടപൂജ്യമായിട്ട് റബ്ബിന്റെ മുൻപിൽ നമ്മൾ ഉണ്ടാകൂ. അതില്ലാതിരിക്കാൻ ഈ പരിശുദ്ധ റമളാനിനെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബെ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി എല്ലാവർക്കും നീ പുറത്ത് ഈ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷവും സമാധാനവും നൽകണമേ. നാദാ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ഇണകളുണ്ട് റബ്ബെ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. നാദാ, ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ മനസ്സ് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആരുടെ സ്വഭാവത്തിനാണ് റബ്ബെ മാറ്റമുണ്ടാകേണ്ടത്, ആ മാറ്റം കൊടുത്ത് പരസ്പരം സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അങ്ങേയറ്റം അസുഖം ബാധിച്ച് ഐസിയുവിലടക്കം കിടക്കുന്ന ആളുകൾ, നാദാ, ഏറ്റവും ഹൈറായത് എന്താണോ ആ ഹൈറായതിലേക്ക് ആരോഗ്യം കൊണ്ടും ക്ഷമ കൊണ്ടും സമ്പത്ത് കൊണ്ടും ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാദാ, ഒരുപാട് മഈശത്തുകൾ, നല്ല ജോലികൾ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുണ്ട് റബ്ബെ. റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട മഈശത്തോടുകൂടി ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാദാ, കടബാധ്യതയിൽപ്പെട്ടും ഹറാമായ ലോണ് പോലെയുള്ള പലിശ ഇടപാടിലും അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട് നാഥ. എല്ലാ ബാധ്യതകളും തീർത്ത് ഹലാലായ നിലക്ക് ജീവിച്ചു മരിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. ഞങ്ങളെ നാടിനെയും സമൂഹത്തെയും കാർന്നു തിന്നുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും വർഗീയതയിൽ നിന്നും നാടിനെയും ഞങ്ങളെയും വിശ്വാസത്തെയും നീ സംരക്ഷിക്കണമേ റബ്ബേ. ലോകത്തിന്റെ നാനാഭാഗത്ത് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗസയടക്കം മ്യാൻമർ അടക്കമുള്ള ഞങ്ങളുടെ സഹോദര വിശ്വാസികൾക്ക് ആത്യന്തികമായ സഹായവും സംരക്ഷണവും കൊണ്ട് ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കണമേ. നാദാ, ഈ പരിശുദ്ധ റമദാനിനെ ഏറ്റവും ഭംഗിയായി ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ആ മാറ്റം കൊണ്ട് മരണം വരെ അള്ളാഹുവിന്റെ തൃപ്തിയോടെ ജീവിക്കാനും സാധിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.